സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒരു ഹൈ സ്റ്റാൻഡേർഡുള്ള ഹൈ സാലറി ഉള്ള അതേപോലെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതേപോലെ കയറി പറ്റാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു എക്സാമാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ആ ജോലിയുടെ ഗ്ലാമർ അല്ലെങ്കിൽ ആ ജോലിയുടെ വില കുറയ്ക്കുന്ന ഒരു കാര്യമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IAS എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പോലും എഴുതുന്ന എക്സാമാണ്. IASൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ പോലും ഉള്ള ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു എക്സാമാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കേരള PSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 പരീക്ഷ എടുക്കുകയാണെങ്കിൽ അതിലൊന്നായിരിക്കും സെക്രട്ടറി അസിസ്റ്റൻ്റ്. ഒരു 100-ലധികം എക്സാംസ് കേരള PSC നടത്തുന്നുണ്ട്. 100-ഒന്നുമല്ല, പല എക്സാംസ്, ഒരുപാട് എക്സാംസ് നടത്തുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ചോദ്യം രണ്ടാമത് വരുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ചോദിക്കുന്ന മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ് എനിക്ക് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം. അതിൽ 2 ഉത്തരമാണ്: പഠിച്ചാൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള ബേസിക് ഉത്തരമാണ് അതിന് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നത്. അടുത്ത മറ്റൊരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കിട്ടുമോ എന്നൊരു ചോദ്യം വരാറുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ളത്, ബുദ്ധിയുള്ളവർക്ക് കിട്ടും, എനിക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഫ്യൂച്ചർ, അല്ലേ? ഭാവി എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ഫ്യൂച്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആക്ഷൻസ് കാരണവും നടക്കാതെ വരാം, അല്ലേ? എക്സാമിന് നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വരികയാണെങ്കിൽ പോലും അത് നടക്കാതെ വരാം. പക്ഷേ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ സാധ്യതകളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെ കിട്ടണമെന്നുള്ള കാര്യത്തിലോട്ട് കടക്കാം. കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഠിക്കുന്നതെന്ന് അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ പഠിക്കുന്നതെന്നല്ല, പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. എക്സാമിൻ്റെ ടഫ്നെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ പഠിക്കുന്നതിൻ്റെ അളവും കൂടിയേ മതിയാവും, നമ്മുടെ പ്രിപ്പറേഷനും കൂടിയേ മതിയാവും. അതാണ് അതിൻ്റെ ഉത്തരം. കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. പിന്നെ ഡൂ സംതിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൂ സംതിങ് പ്രിൻസിപ്പിൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൂ സംതിങ്, എന്തെങ്കിലും ചെയ്ത് തുടങ്ങുക. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീട് പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസങ്ങളിൽ പഠിച്ച ശേഷം നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിലെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. പ്രിപ്പറേഷനിലെ ഡൗട്ടുകൾ പോലെ നിങ്ങൾക്ക് ഗൂഗിളിലും യൂട്യൂബിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു 1 hour വീഡിയോ ഇല്ലെങ്കിൽ 2 hour വീഡിയോസ് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ടാവും. ഈ ക്ലാസ്സുകൾ കാണുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് വീഡിയോയുടെ 6 ഇരട്ടി ബലം ഒരു 1 hour വീഡിയോ തരുമായിരിക്കും. പക്ഷേ അത് മുഴുവൻ കാണുക എന്നുള്ള നിങ്ങളുടെ ആ പേഷ്യൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. 2 മണിക്കൂർ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരുന്ന ചിന്ത 2 മണിക്കൂർ എങ്ങനെ ഇതിനു മുന്നിൽ ഇരിക്കുമെന്നാണ്. പക്ഷേ ആ ചിന്ത മാറ്റി വെച്ച് നിങ്ങൾ ബോറടിക്കാൻ തയ്യാറായി നിങ്ങളത് കാണുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സെക്രട്ടറി അസിസ്റ്റൻ്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ക്ലാസ്സുകൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് താഴത്ത് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തനിയെ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന വീഡിയോയിൽ. ആദ്യം തന്നെ പ്രിലിംസ് പ്രിപ്പറേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബേസിക് ടൂൾസ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ബേസിക് ടൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പേന, നോട്ട്ബുക്ക്, റാങ്ക് ഫയൽ, പിന്നെ ഒരു മൊബൈൽ ഫോൺ. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ ടൂൾസ് എത്രത്തോളം വീക്കാവുന്നു അത്രത്തോളം നിങ്ങളുടെ പഠനവും വീക്കാവും. പക്ഷേ ഒരുപാട് റാങ്ക് ഫയൽസ് ഒന്നും കയ്യിൽ വേണമെന്നൊന്നുമില്ല. ഡിഗ്രിയുടെ ഒരു റാങ്ക് ഫയൽ, അല്ലേ? ബേസിക്കലി സെക്രട്ടറി അസിസ്റ്റൻ്റ് സിലബസ് വരുന്ന രീതിയിലുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ അത്രയും ബെറ്റർ. പിന്നെ ഒരു ഐഡിയൽ റാങ്ക് ഫയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്മോൾ. റാങ്ക് ഫയൽ ചെറുതായിരിക്കണം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ഫയൽ വലുതാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. റെഫറൻസ് ബുക്കായിട്ട് മാത്രം, ഡിക്ഷണറി പോലെ ഉപയോഗിക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. റാങ്ക് ഫയൽ അത്യാവശ്യം 2 വോളിയം വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു റാങ്ക് ഫയൽ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിലോട്ട് വരും, നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും ഓരോ റാങ്ക് ഫയൽ എങ്ങനെ വാങ്ങിക്കും, അല്ലെങ്കിൽ റാങ്ക് ഫയൽ വാങ്ങിക്കുന്ന അത്രയും പണം ആവുമെങ്കിൽ അത് എങ്ങനെയും മുടക്കിയേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി തിരിച്ചുവെങ്കിൽ
പണം മുടക്കിയേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കൊരു വിജയം കാണാതെ തിരിച്ചു പോകാൻ പറ്റാത്തൊരു ഫീൽഡാണ് PSC. ഇല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അതിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ടൂൾസ് നിങ്ങൾക്ക് വേണം. അതിൽ വിജയം കാണുന്നതുവരെ നിങ്ങൾക്ക് തിരിഞ്ഞ് പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിർത്തി മറ്റു കാര്യങ്ങളിലോട്ട് പോകാം. പക്ഷേ തുടരണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം മുടക്കേണ്ടി വരും. അതിൻ്റെ ടൂൾസ് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ടൂൾസ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ ടൂൾസ് ഇതിനകത്ത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻസ് ലെവലിൽ തന്നെ പ്രിലിംസിനും പഠിച്ച് ശീലിക്കുക. ഒരു 3 മാസത്തോളം പ്രിലിംസിനുണ്ട് എങ്കിൽ മെയിൻസിന് വേണ്ടി പഠിക്കുന്നത് പോലെ തന്നെ പ്രിലിംസിനും പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോവുക. ഒരു റാങ്ക് ഫയലിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചോദ്യങ്ങളും പരിശീലിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ PSCയുടെ സാഹചര്യം, 2019 ശേഷമുള്ള PSCയുടെ സാഹചര്യത്തിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നീന്തലിനെക്കുറിച്ച്, നിങ്ങൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നീന്തലിനെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഫയൽ. നീന്തൽ അറിയില്ലെങ്കിൽ നീന്തലിനെക്കുറിച്ച് പറയുന്ന ഒരു ബുക്ക് മാത്രമാണ് റാങ്ക് ഫയൽ. ചോദ്യങ്ങൾ പരിശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി നീന്തുന്നതാണ് ചോദ്യങ്ങൾ പരിശീലിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നീന്തൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ നീന്തലിനെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വെള്ളത്തിലിറങ്ങി നീന്തണം. അത് ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നടന്ന സെക്രട്ടറി അസിസ്റ്റൻ്റെയോ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയോ ചോദ്യങ്ങൾ എടുത്ത് നോക്കുക. ഭൂരിഭാഗം നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എക്സാം എഴുതിയിട്ട് കിട്ടില്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം എഴുതി കിട്ടിയവർ പലരും 80ഉം 100ഉം പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരായിരിക്കും. ഞാൻ തന്നെ ഒരു 100-നടുത്ത് പരീക്ഷകൾ എഴുതി പലതിനും പരാജയപ്പെട്ട ശേഷം മാത്രമാണ് ഒരു 6 മെയിൻ ലിസ്റ്റുകളിൽ എത്തിയിട്ടുള്ളത്. സപ്ലിമെൻ്റ് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട് എങ്കിലും 6 മെയിൻ ലിസ്റ്റുകളിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. 100-ലധികം പരീക്ഷകൾ എഴുതിയ ശേഷം മാത്രം. അതിൽ തന്നെ ഒരുപാട് പരീക്ഷകൾ എഴുതിയ ശേഷം മാത്രമാണ് ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ലോങ് ജേണിയാണ്. നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനുവേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നം, മടി കൂടാതെയുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് കഠിന പ്രയത്നം തന്നെയാണ്. സ്മാർട്ട് വർക്ക് ആണെങ്കിലും കഠിന പ്രയത്നം തന്നെയാണ്. സ്മാർട്ട് വർക്കിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അധികം പ്രയാസപ്പെടാതെ തന്നെ എങ്ങനെ PSCയിലോട്ട് എത്തിച്ചേരാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിലോട്ട് എത്തിച്ചേരാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം ഇവിടെ. അപ്പം ഇതാണ് അതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് ആദ്യം പറയാം. അപ്പോൾ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റേജാണ് മെയിൻ. റിട്ടേൺ എക്സാംസ് എല്ലാം 2 സ്റ്റേജാണ്. ഒന്ന് പ്രിലിംസ്, പിന്നെ വരുന്നത് മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ, പ്രിലിംസ് എന്നുള്ള കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസിന് 2 കാര്യങ്ങളാണ്. ഒന്ന് പഠിക്കുക എന്നുള്ളത്, തിയറി പഠിക്കുക എന്നുള്ളത്. 2 അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമേ എങ്ങനെ ഇത്രയും ടഫായിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ മാർഗ്ഗം. പിന്നെ അത് പഠിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും LDC ലെവൽ ചോദ്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ, ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും ചോദ്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി അതിനെക്കുറിച്ച് ചോദ്യങ്ങളുടെ സോഴ്സിനെ കുറിച്ചൊക്കെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചോദ്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. തൊഴിൽ വാർത്തയിൽ നിന്നും അതേപോലെ ടെലിഗ്രാമിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഡിഗ്രി ലെവലിൽ തന്നെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് റാങ്ക് ഫെയിൽ പഠിക്കുമ്പോഴത്തേക്ക് ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫെയിൽ തന്നെ പഠിക്കുക. അത് മെയിൻസിൻ്റെ പ്രിപ്പറേഷനോട് പറയുമ്പോഴത്തേക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫെയിൽ തന്നെ വാങ്ങിച്ച് പഠിക്കുക. കാര്യം LDCയുടെ എക്സാമിന് നിങ്ങൾക്ക് LD ലെവലിൽ റാങ്ക് ഫെയിൽ പഠിക്കാം. ഡിഗ്രി ലെവൽ എക്സാമിന് ഒരിക്കലും പിന്നെ ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫെയിൽ തന്നെ വേണം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ ഒരു വിളയ്ക്ക് വേണ്ട വളമായിരിക്കില്ല മറ്റൊരു വിളയ്ക്ക് വേണ്ടത്. മനസ്സിലായി? അപ്പോൾ തെങ്ങിനിടുന്ന വളമായിരിക്കത്തില്ല നെല്ലിനിടുന്നത്. അതുപോലെ തന്നെ പല എക്സാമിനും വേണ്ട റാങ്ക് ഫെയിലുകളും പ്രിപ്പറേഷൻ രീതികളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓരോ എക്സാം വരുമ്പോഴത്തേക്കും ഓരോ വീഡിയോ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അല്ലാതെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നുള്ളത് പോലും വ്യത്യസ്തമായിരിക്കും സെക്രട്ടേറിയറ്റ് കാര്യം പറയുമ്പോഴത്തേക്ക്. പിന്നെ കൂടുതലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ വീഡിയോസ് തന്നെ കണ്ട് പഠിക്കുക. യൂട്യൂബിൽ നിന്ന് കോഴ്സ് എടുക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സിൽ എടുക്കുക. അതേപോലെ പിന്നെ പേപ്പർ 2ന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് റാങ്ക് ഫയലാണ്. പേപ്പർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിൻ്റെ റാങ്ക് ഫയൽസ് ഉണ്ട്. ആ റാങ്ക് ഫയലിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വായിക്കുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നുള്ളതാണ്. പിന്നെ തീരെ ചെറുതായി പോകരുത് റാങ്ക് ഫയൽ. അത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ പേപ്പർ 2ന്റെ റാങ്ക് ഫയലിനെ കുറിച്ച്. പിന്നെ അതിൻ്റെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ വരും. അത് മുൻകൂട്ടി തന്നെ പഠിക്കുക. പിന്നെ 2 ആഴ്ച മുമ്പ് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ അവസാന സമയം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സാം അല്ല. എഴുതി കയ്യിൽ വെച്ച് തരാം. ഇത് അത്ര സിമ്പിൾ എക്സാം അല്ല.
നിങ്ങളൊരു പ്രോ ആണെങ്കിൽ, കുറേ നാളായിട്ട് പഠിക്കുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിരിക്കും. അല്ലാത്ത പക്ഷേ ഇതൊരു സിമ്പിൾ എക്സാം അല്ല എന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുക. വെറുതെ പഠിക്കാതെ പോയി എഴുതി കിട്ടുന്ന ഒരു എക്സാം അല്ല. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു എക്സാമാണിത്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് തന്നെ വേണ്ടി മാത്രമാണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ മടിയുടെ പല പേരുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ഓർമ്മയില്ല, ബുദ്ധി കുറവാണ്, ജോലിയുണ്ട്, ജോലിക്ക് പോകണം, ഇനി ജോലിക്ക് പോകണം, PSC പഠനം നിർത്താൻ, പഠിച്ചാൽ കിട്ടില്ല, കുട്ടികളെ നോക്കണം, വീട്ടിൽ മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മടിയുടെ പല ഫോംസാണ്. സമയമില്ല, എല്ലാവർക്കും ഒരേ സമയം തന്നെയാണ്. 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരേ സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഇത് പ്രധാനമാണെങ്കിൽ നിങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് മറ്റ് എക്സാംസ് ഉണ്ടെങ്കിലും എങ്ങനെ സെക്രട്ടറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന് വേണ്ടി ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങളൊരു തിമിംഗലമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു കുഞ്ഞു മീനിനെ നിങ്ങൾക്ക് വിഴുങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാപൊളിക്കുവാണ്. കുഞ്ഞു മീനിനെ വിഴുങ്ങാനായിട്ട് നിങ്ങളൊരു വലിയ മീനിനെ വിഴുങ്ങാനായിട്ട് നിങ്ങൾ ഇത്രയും വാപൊളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞു മീനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ളിലോട്ട് കയറിപ്പോകും. അതുപോലെ തന്നെയാണ് സെക്രട്ടറി ടെസ്റ്റിൻ്റെ പോലെ ടഫായിട്ടുള്ള എക്സാം പഠിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി CPOയും അതുപോലുള്ള ബാക്കിയുള്ള എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതിയാവും. ഇത്രയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.